എടി എടി ശിവ കൊറച്ച് ഉറങ്ങട്ടെ അവിടെ അടങ്ങിക്ക്. എടി എണീക്കടി ഞാൻ തരി. എന്താടാ ഞാൻ ഉറങ്ങാ, നീ അവിടെ കിടന്ന് ഉറങ്ങിക്കേ. എന്നാ ശരി, ഞാൻ രാവിലെ തന്നെ അലീന ഫ്രാൻസിസിൽ പോയി വിളിക്കട്ടെ. നീ ഇവിടെ തന്നെ കിടന്നോ. കഷ്ടം ശിവ ഇറങ്ങി ഇങ്ങോട്ട്, ഇറങ്ങി വരാൻ ഇങ്ങോട്ട്. ഇല്ല, അമ്മ എന്നെ അടിക്കും. ഇറങ്ങി വരൂല. ഇല്ല, അടിക്കത്തില്ല. വാ മക്കളെ, അടിക്കത്തില്ല അമ്മ. വാ. ആ പറച്ചില് കേട്ടാണ് എന്നെ അടിക്കാൻ തന്നെയാണ് നിങ്ങൾ വിളിക്കണത്. ഇറങ്ങി വാങ്ങിക്കോട്, ഇറങ്ങി വാങ്ങിക്കോട്. ഇല്ല, ഇറങ്ങി വരാനാണെങ്കിൽ പിന്നെ ഞാൻ ഇതിനുള്ളിൽ കയറി ഇരിക്കുവോ? പിടിക്കണേ അവളെ, പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. എന്നിട്ടാണ് അവിടെ നിന്ന് എനിക്കിട്ട് കിട്ടാൻ. തലയിടിച്ച് തലയിടിച്ച് തലയിടിച്ച്. നല്ല കാര്യം ഉണ്ടായിരുന്നു. നോക്കട്ടെ, സമാധാനമായോ? അതിന്റെ അടിയിൽ കയറി വിളിച്ചോണ്ടാണല്ലോ ഇത് കിട്ടിയത്. കിട്ടിയത് ഇനി കേറോ? ഇനി കേറോ? കേറോ? അവളെ പിടിക്കാൻ പറഞ്ഞിട്ട് നീ പിടിച്ചാ? ഇല്ലല്ലോ, ഇവിടെ ഒന്ന് കിളിക്കരുത് കമ്മ കമ്മ എന്ന് പറഞ്ഞിട്ട്. ആ നേരത്തിന് അവളെ പോയി പിടിച്ചിട്ട് അവളെ തല അവിടെ പോയി മുട്ടുമായിരുന്നു. ഇപ്പൊ ഓഹോ, ഇപ്പൊ അതിനും അടി എനിക്ക്. അമ്മ രാവിലെ എന്നെ ചവിട്ടി താഴെട്ടേക്കുമായിരുന്നു അവര്. ചവിട്ടി അല്ലേ? കണക്കായിപ്പോയി. 2 ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു നിനക്ക്. പൊന്നുമക്കൾ എന്ത് ചെയ്താലും അമ്മ അവരെ ഉടനെ സപ്പോർട്ട് ചെയ്തോ. പതുക്കെ പതുക്കെ പറഞ്ഞാ മതി. ഇന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്താന്ന് ബഹളോടി? രാത്രി മുഴുവൻ പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്ന് ഒരു തവണ കിടക്കുന്നു. നിനക്കൊക്കെ വല്ല വിചാരം ഉണ്ടാടി? ഞാൻ നാളെ തൊട്ട് രാത്രി വല്ല ചന്തയിൽ ചെന്ന് കിടക്കാം. രാവിലെ അവിടെ ഇത്ര ബഹളമില്ല, ഇത്ര ബഹളമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, കിടക്കേണ്ട അടുത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഇനി നമ്മുടെ പൊന്നുമക്കൾ എന്റെ അടുത്ത് മെക്കിട്ട് കൊണ്ട് വന്നാ കണക്കിന് കൊടുക്കും, നോക്കിക്കോ. എന്നിട്ട് ഇനി അവരെ നിന്ന് മേടിച്ചോ, കിട്ടണേക്കാ മേടിച്ച് വെച്ചോ അവിടെ. തിരിച്ചങ്ങ് കൊടുക്കുമ്പോ ഇത് തന്നെ പറയണോ കേട്ടോ. ചായ എന്തേ കസേര എടുത്ത് അടിക്കണ്ടേ? പിന്നെ രാവിലെ തള്ള മക്കളും കൂടെ നല്ലൊരു ഉറക്കം കളഞ്ഞിട്ട് കച്ചാരത്ത് അടിക്കണ്ടേ? എന്നാ നിങ്ങളെ കടശിക്കുട്ടീനെയും കേശുവിനും എന്റെ കൈ കിട്ടട്ടെ, ശരിക്കും കൊടുക്കുന്നുണ്ട്. ഇടി നിനക്ക് പിള്ളേരെ അടിക്കണമെന്നുള്ള വിചാരമുള്ള എപ്പോഴും ഇടി വാത്സല്യത്തോളം വളർത്താൻ നോക്കടി. ഓടിട്, നീ ഓട്. എവിടം വരെ ഓടുന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് വീട്ടിനകത്ത് കയറ്റത്തില്ല 2 എണ്ണത്തിന്. രാവിലെ എഴുന്നേറ്റ് തുടങ്ങിക്കോളും അടിയും പിടി. രാവിലെ എഴുന്നേറ്റ് ഉടനെ 2 അക്ഷരം പഠിക്കാന്ന് പറഞ്ഞാൽ പിള്ളേർ കേൾക്കൂല. ഞാൻ നോക്കി വെച്ചേക്കാണ്. നിങ്ങൾ നോക്കി നോക്കിയാണ് എല്ലാം ഇങ്ങനെ ആയിപ്പോയത്. കൊച്ചു പിള്ളേരല്ലേടി? കൊച്ചു പിള്ളേരായ കൊച്ചു പിള്ളേരെ പോലെ വളരണം, അല്ലാതെ ഇങ്ങനെയല്ല വളരണ്ടേ. അതെ, നമ്മളെ കുട്ടികൾ നല്ല മക്കളാണ്. പിന്നെ കുറച്ച് ബുദ്ധി കൂടി പോയി. അത് അച്ഛന്റെ മക്കളല്ലേ, അങ്ങനല്ലേ വരൂ. അച്ഛന്റെ മക്കളായിരുന്നു ഞങ്ങളുടെ ഭാഗ്യം. അമ്മ ഇത് കണ്ടവർ 2 കൂടെ ഇടിച്ചിട്ടിട്ട് പോയത് കണക്കായി പോയി. എല്ലാത്തിനും പരാതി പറയാൻ എന്റെ അടുത്തേക്ക് വരും. നീ ഇതിന് എന്റെ അടുത്ത് പരാതി പറയണേ? പിന്നെ അവള് നിന്റെ അടുത്തല്ലാതെ അപ്പുറത്തെ ജാനമ്മ അമ്മൂരുടെ അടുത്ത് പറയൂ പരാതി. ഇനി ഞാൻ പരാതി ഒന്നും പറയാൻ നിൽക്കില്ല. 2 ഞാൻ കണക്കിൽ കൊടുക്കും, നോക്കിക്കോ. എന്തോന്നാടി രാവിലെ തന്നെ അടിയും പിടിയും? നിനക്കൊന്നും വേറെ സംസാരിക്കാനൊന്നുമില്ലേ? അയ്യോ, അടുത്ത ആളെത്തിയില്ല കുറ്റപ്പെടുത്താനായിട്ടും. ഞാനൊന്നും പറഞ്ഞില്ല. ഇനി എന്റെ മെക്കിട്ട് കയറണ്ട. ഇടി ലച്ചു, നിനക്ക് ഈ പിള്ളേരുടെ അടുത്ത് അടിപിടിക്കണ നേരത്തിന് അവരെ 2 അക്ഷരം പഠിപ്പിച്ചൂടെ? അയ്യോ ബെസ്റ്റ്, പിടിച്ചിരുത്തിയാ ഇടിക്കുന്ന പിള്ളേരാ. എന്ത് പിടിച്ചിരുത്തിയ? നീ അവരെ ചേച്ചിയാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്താണ്. ചേച്ചി അമ്മ സമ്മതിച്ചല്ലോ. അപ്പൊ എനിക്ക് അമ്മയുടെ സ്ഥാനമൊക്കെ അവരുടെ അടുത്ത് എടുക്കാലോ? ധൈര്യമായിട്ട് എടുക്കാം. ഞാൻ ഇനി അവരെ പഠിപ്പിച്ചോളാം. പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നെ എല്ലാവരും. അവര് എന്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റും കൊണ്ട് വന്ന അവസാനം അമ്മ എന്റെ നേർക്ക് തിരിയരുത്. തിരിയത്തില്ല, ഒന്ന് പഠിപ്പിച്ചാണ്ടാ മതി. പിന്നെ അച്ഛൻ കേശുവിനെ സപ്പോർട്ട് ചെയ്യരുത്. ആ ഏരിയ വരൂല, നീ പഠിപ്പിച്ചോ. ഉറപ്പാണേ? ഉറപ്പ്. എങ്കിൽ ശരി, ഞാൻ പഠിപ്പിച്ചോളാം ഇനി. Yeah.